ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛൻ മുമ്പ് സ്ഥാപിതമായ നമ്മുടെ ബസിലിക്ക മാതൃവേദിയുടെ സിൽവർ ജൂബിലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു അവസരത്തിൽ ഈ വാർഷിക മീറ്റിങ്ങിൽ പങ്കെടുക്കാനും ഉദ്ഘാടനം ചെയ്യാനും എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ആദ്യമേ തന്നെ വാർഷിക യോഗത്തിൻ്റെയും അതോടൊപ്പം തന്നെ പ്രവേശിക്കാൻ പോകുന്ന ജൂബിലിയുടെയും മംഗളങ്ങൾ വളരെ സന്തോഷത്തോടെ ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ആദ്യകാല ഭാരവാഹികൾ, പ്രത്യേകിച്ച് അഭിമന്യ സ്ഥാനത്ത് പിതാവാണ് ഇതിന് രൂപം നൽകിയത്. അതല്പം ലേറ്റായി പോയോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വചനവേദിയിലാണ് ഇന്ന് അച്ഛന്മാരെ വചനം പങ്കുവയ്ക്കുന്നത് എന്നുള്ളതാണ്. മാർപ്പാപ്പ ഇരുന്ന ആ പീഠം നമ്മുടെ ദേവാലയത്തിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇടവകാതിർത്തിയിലാണ് അദ്ദേഹം വന്നതും തൃശ്ശൂരിൻ്റെ പൗരാവലിയെ ജനങ്ങളെ, വിശ്വാസികളെ അഭിസംബോധന ചെയ്തതും എന്നുള്ളത് കൊണ്ട് തന്നെ ജോൺ പോൾ മാർപ്പാപ്പ തന്റെ പൗരോഹിത്യ ജീവിതത്തിൽ 50 വർഷം പിന്നിടുന്ന അവസരത്തിലെ പൗരോഹിത്യ ജീവിതത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിലെ മാർപ്പാപ്പ ഇങ്ങനെ വിചാരിച്ചു. മാതൃവേദിയുടെ 25 വർഷത്തെ നമ്മുടെ ഈ ജൂബിലി വേളയിൽ നമ്മൾ ആഘോഷിക്കുകയാണ് നമ്മുടെ മനസ്സുകളുടെ അടുത്തത്തെ കുറിച്ച്. പക്ഷെ ഇനി ജൂബിലി എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ട് തിരിഞ്ഞു നോക്കാനും മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാണ്. അപ്പൊ അതുകൊണ്ട് കുറെ കൂടി നമ്മുടെ മാതൃവേദി ഊർജ്ജസ്വലമാണ്. തോമസ് വടക്കൂട്ടച്ചൻ, പ്രിൻസ് ചെറുതാണിക്കലച്ചൻ, അബി ചെറിയാൻ, ഉജ്ജ്വല ബിജു, സിന്ധു ചാക്കോള. അപ്പൊ അതുപോലെ ഈ 25ാം ജൂബിലി വർഷത്തിലേക്കാണ് ഇപ്പോൾ കാണുന്നത്. നല്ല അമ്മമാരുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇടവകയിലെ എല്ലാ അമ്മമാരും മാതൃസംഘത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയുന്നു ഏറ്റവും നല്ല ഇടവകയായിരിക്കും എല്ലാ കാര്യവും. വലിയ ഫോർമേഷൻ നൽകി അത് അവർക്ക് സ്നേഹവും അവരുടെയൊക്കെ ബഹുമാനവും കുരിയച്ച പള്ളിയിൽ അതിശക്തമായ മാതൃവേദി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഡയറക്ടറാണ്, ഫോർമർ ഡയറക്ടറാണ്. അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് തോമസ് വടക്കൂട്ടച്ചൻ അതിമനോഹരമായ ഒരു ദേവാലയം പണി കഴിപ്പിച്ചിട്ട് അഭിമന്യ പിതാവ് അതിൻ്റെ ഉദ്ഘാടന ദിവസം പറഞ്ഞത് പുത്തമ്പള്ളിയുമായിട്ട് ഏതാണ്ട് ഒപ്പം നിൽക്കുന്ന അത്രയും മനോഹരമായ ദേവാലയം പണി കഴിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മാറ്റത്തിൻ്റെ ദിവസങ്ങൾ അദ്ദേഹം വരുമോ? നമ്മുടെ വികാരിച്ചന്മാരും കൊച്ചന്മാരും നിങ്ങളുടെ സംഘടന പ്രവർത്തകരെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് നമ്മുടെ വിപുലമായ ഒരു മാതൃവേദി നമ്മുടെ ഇടവകയിൽ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന മാതൃവേദിയെ വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഈ ജൂബിലി വർഷത്തിൽ സാധിക്കട്ടെ എന്ന് ആശംസിച്ചിട്ട് എളിയ വാക്ക് പ്രസംഗിക്കുന്നു. നന്ദി, നമസ്കാരം. സമയത്ത് വികാരിയച്ഛൻ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു, ഇന്ന ആള് സെമിനാറിലേക്ക് പോകുവാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. സഹായിക്കുക, മറ്റുള്ള നന്മയിൽ കൂടെ നിൽക്കുക. നമ്മുടെ മാതൃവേദി അംഗങ്ങളാണെങ്കിലും ഇവിടെ എന്താ പറയുക, അക്ഷരരായിരിക്കുന്ന ആളുകളെ സഹായിക്കുവാനൊക്കെ ആയിട്ട് ഒത്തിരിയധികം സഹനങ്ങൾ. അതുപോലെ തന്നെ അധ്യക്ഷനായിരിക്കുന്ന ഫാദർ തോമസ് കാക്കശ്ശേരി അച്ഛ, അതുപോലെ തന്നെ പ്രിൻസ് താണിക്ക്, ഫാദർ ബെൻവിൻ തട്ടിൽ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ആദ്യമേ കുടുംബദിനം നിങ്ങൾക്ക് എല്ലാവർക്കും. നിങ്ങൾ നമ്മുടെ സ്ത്രീ ശക്തി തെളിയിച്ചതിന് ആദ്യമേ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഇന്ന് സമൂഹത്തിലെ ഏറ്റവും അധികം ഈ ഇപ്പോൾ നമ്മൾ വേദികളിൽ നോക്കിയാൽ പോലും അറിയാം. അതുപോലെ തന്നെ ഞങ്ങൾ പ്രതിപക്ഷ കൗൺസിലർമാരായാലും ഭരണപക്ഷ കൗൺസിലർമാരായാലും ഏറ്റവും അധികം സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് നേതൃത്വ നിരയിൽ നമ്മൾ സ്ത്രീകൾ വന്നിരിക്കുന്നത്. അത് വലിയൊരു അഭിമാനമായിട്ടാണ് നമ്മളിന്ന് കരുതേണ്ടത്. ഞാൻ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഉദ്ഘാടന വേളയിലും അതുപോലെ അധ്യക്ഷയിലും നമ്മുടെ ഏവർക്കും സ്നേഹത്തിന്റെയും ആദരവിന്റെയും ഒരു മാതൃവേദി അമ്മമാരെ, നിങ്ങൾ എന്നെ വാർഷികത്തിന് ക്ഷണിക്കുമ്പോൾ എനിക്ക് എൻ്റെ
ആകർഷണം കൂടുന്ന പോലെ
എല്ലാവരെയും ഉൾപ്പെടുത്താനായിട്ട് ഞങ്ങൾ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള സംഘടന മാതൃവേദിയാണ്. അവര് ആ പഴയ ഭാരവാഹികൾ തന്നെയാണ്. കഴിഞ്ഞ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഭാരവാഹികൾ വളരെ അറേഞ്ച് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യവും വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ ഭാരവാഹികളെ ചെയ്തിട്ടുണ്ട്. ഡാൻസിന്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ കണ്ടു. വീഡിയോസ് കാണാൻ പറ്റില്ല, ഫോട്ടോസൊക്കെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു. എല്ലാവർക്കും മാതൃശക്തിയിലുള്ള എല്ലാവർക്കും നല്ല ആശംസകളും സ്നേഹങ്ങളും നേരുന്നു. താങ്ക് യു.